ലക്ഷ്മി, ലക്ഷ്മി, എനിക്കൊരു ചായ വന്നേ. വരുന്നു. നേരം വെളുത്ത് കുന്ത്രാണ്ടം തുറന്നു വെച്ചിട്ട് ലക്ഷ്മി ചായ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നേരം വെളുത്ത് ഓരോ ഭർത്താക്കന്മാർ ഭാര്യമാരെ സഹായിക്കും. ഇങ്ങനെ എനിക്ക് എങ്ങനെ പണി തരണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. തരാം, ഒഴിച്ച് അണ്ണാക്കിനകത്തോട്ട് തരാം ഞാൻ. എന്നാ ചായ. ഇതെന്തുവാടി ഈ കപ്പില്? പിന്നെ ഇത്രയും നാള് നിങ്ങൾ ബക്കറ്റിലാ ചായ കൂച്ചോണ്ടിരുന്നത്? അതല്ല പറഞ്ഞു, ഈ മത്തങ്ങ പോലത്തെ കപ്പിനകത്ത് എന്തോ ചായ ഇത്രയും കൊണ്ടുവന്നേന്ന്. ഇതേ ഉള്ളൂ. ഞാൻ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. 100 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞാൽ എന്റെ കയ്യിൽ കിട്ടുന്ന സാധനം എനിക്ക് എടുത്തോണ്ട് വരാൻ പറ്റത്തുള്ളൂ. നീ എന്തിനാ ഈ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നേ? ഞാൻ ഇവിടെ ജോലി ചെയ്തൊരു ടെൻഷൻ അടിച്ച്. നീ ഇരുന്ന് ചിരിച്ചോണ്ട് തന്നെ, ഒന്ന് ചിരിച്ചോണ്ട് തന്നെ. എന്തൊരു കെണിയാടിയത്. സന്തോഷത്തോടു കൂടി ചായ തരണമെങ്കിലേ ആ തരുന്നാളുടെ ഉള്ളിലും സന്തോഷം വേണം, എന്നാലേ സന്തോഷത്തോടെ തരാൻ പറ്റത്തുള്ളൂ. നിനക്ക് ഇവിടെ എന്തോ സന്തോഷക്കുറവ്? എനിക്ക് എന്താ സന്തോഷം ഉള്ളത്? നിങ്ങൾ അടുക്കളയിൽ എന്നെ ഒന്ന് സഹായിക്കുവോ? ഓരോ കാര്യങ്ങളും ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്യുന്നതല്ലാതെ നിങ്ങൾ എന്നെ എന്തെങ്കിലും സഹായിക്കുവോ? അടുക്കളയെ സഹായിക്കത്തില്ല, ഒരു കാര്യം എന്നോട് തുറന്നു പറയത്തില്ല, എന്നെ മൈൻഡ് പോലും ചെയ്യത്തില്ല. നിങ്ങൾ അപ്പുറത്തെ രേവതിയുടെ ഭർത്താവിനെ കണ്ടുപഠിക്കും. അവൻ എന്തോരം ജോലികളാ പെണ്ണിനെ സഹായിച്ച് ചെയ്യുന്നത്. അയ്യോ, ഈ രേവതിയുടെ ഭർത്താവിന്റെ കാര്യം അറിയാവോ? രേവതിയുടെ വീട്ടുകാർ ഇങ്ങോട്ട് വന്ന് അവനെ കെട്ടിയെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയതാ, അല്ലാതെ രേവതിയുടെ ഭർത്താവ് അങ്ങോട്ട് പോയി അവളെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല. അവന് പ്രത്യേക ജോലിയൊന്നുമില്ല, മനസ്സിലായോ? എല്ലാത്തിനും ഒരു കാരണം ഉണ്ടല്ലോ. ഇതെല്ലാം പോട്ടെ, നിങ്ങൾ എന്നെ ഒന്ന് കെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ റോഡിൽ കൂടെ കയ്യിലൊന്ന് പിടിച്ച് നടന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ കൈ തട്ടി മാറ്റും. നിങ്ങൾക്ക് അതും നാണക്കേട്. പോട്ടെ, എന്നെ ഒരു ചായ കുടിക്കാൻ നിങ്ങൾ വെളിയിൽ കൊണ്ടുപോയിട്ടുണ്ടോ? അതും ഇല്ലല്ലോ. നിനക്കിപ്പോൾ എന്ത് വേണ്ടേ? ചായ കുടിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതും വെളിയിൽ പോയി റെഡിയാവും. എന്നാ ഇനി പെണ്ണും പിള്ളേരുടെ ആഗ്രഹം സാധിച്ചില്ലെന്ന് വേണ്ട. എടി, നീ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എൻ്റെ ജോലി തിരക്ക് കാരണം വലിയോടി എങ്ങോട്ട് പോകാൻ പറ്റാത്തേ? നിങ്ങൾക്ക് മാത്രമുള്ള ജോലി ഇതൊക്കെ പറ, എനിക്ക് മാത്രം കേട്ടാ പോരെ? നിങ്ങൾക്ക് മാത്രമുള്ള ജോലി. ഞാനും അടുക്കള കിടന്ന് ജോലി തന്നെ ചെയ്യുന്നത്. ശരി, ഇനിയിപ്പോൾ ന്യൂ ഇയർ ആണല്ലോ വരുന്നത്. നിനക്ക് എന്തോ ആഗ്രഹം പറ, ഞാൻ സഹായിച്ചു തരാം. എനിക്കൊരാഗ്രഹമില്ല. പെണങ്ങല്ലേ? എന്തോന്ന് പറ. ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ശരി, ആലോചിച്ച് സമാധാനത്തെ പറഞ്ഞാൽ മതി. ആലോചിക്ക, എന്തോ ആഗ്രഹം എന്ന് ആലോചിക്ക. പറയാന് മധുരമില്ല. ചേട്ടാ, ഇച്ചിരി മധുരം വിട്ടേ, ഒന്ന് തന്നേ. ഇവളെന്തോ ചിരിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കാന്. അവനെ നീ പഴയ കാമുകനെ വല്ലതും കാണണമെന്ന് പറയുമോ? അങ്ങനൊന്നും ഉണ്ടാകട്ടെ. അതെ, കുറേ നേരമായി. ആലോചിച്ച് കഴിഞ്ഞോ? ആലോചിച്ചു. എന്തോ ആഗ്രഹം? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണണം. ഏറ്റവും പ്രിയപ്പെട്ട ആളെന്ന് പറയുമ്പം ആരാ? ഞാൻ 15 വർഷത്തിന് മുമ്പ് തിരുവനന്തപുരത്തായിരുന്നെന്ന് പറഞ്ഞില്ലേ, അന്ന് അച്ഛൻ അവിടെ ആയിരുന്നു ജോലി. അന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഉണ്ണി. ഒത്തിരി നാളായി കണ്ടിട്ട്. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ണിയോടായിരുന്നു പറയുന്നത്. ഉണ്ണി അത് അമ്മയുടെ അടുത്തെന്ന് പറയും. അങ്ങനെ ഉണ്ണി കാരണം എൻ്റെ ഓരോരോ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നത്. ഞങ്ങൾ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ 2 വീടാണെങ്കിലും ഒരു കുടുംബം പോലായിരുന്നു താമസിച്ചത്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഒന്നിച്ചുണ്ട് ഉറങ്ങിയൊക്കെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. എനിക്ക് ഉണ്ണിയെ കാണണം കേട്ടാ. എൻ്റെ നൊസ്റ്റാൾജി മൊത്തം അവിടെ കിടക്കുക. എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നു. എന്നെ ഒന്ന് കൊണ്ടുപോവോ? വർഷം എത്രയായി? അത് കല്യാണമൊക്കെ കഴിഞ്ഞ് നിന്നെ ഓർമ്മ പോലും കാണത്തില്ല. ഓർമ്മയൊക്കെ കാണും. എന്നെ അങ്ങനെ മറക്കാനൊന്നും ഉണ്ണിക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ ശോഭ ചേച്ചി അവിടെ കാണുമല്ലോ. എനിക്ക് ശോഭ ചേച്ചിയെ കണ്ടാലും മതി. വെറുതെ അത്രയും ദൂരമൊക്കെ പോണോ? അവരൊന്ന് കാണുമോ അവിടെ? എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ദൈവമേ, ഇനി ആരാ ഉണ്ണി? ടെൻഷനായല്ലോ. ശരിക്കും നമ്മുടെ ഇഷ്ടം പരസ്പരം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഒന്നിച്ചാണ്. അറിവില്ലാത്ത പ്രായത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഇഷ്ടമാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ
ഉണ്ണി ഇതുവരെ എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ശരീരം അവിടെ ആണെങ്കിലും മനസ്സെന്നും ഉണ്ണിയുടെ കൂടെ ആയിരുന്നു. എന്നും ഉണ്ണിയുടെ കൂടെ മാത്രം. കഴിഞ്ഞതെല്ലാം പോട്ടെ, പറ എന്തൊക്കെ വിശേഷങ്ങൾ? കാതോരം കൊഞ്ചും സ്നേഹങ്ങൾ, ഏതേതോ യാത്രകൾ, സ്വാതേറും മാത്രകൾ, എന്നും സ്വപ്നം പൂക്കും കാശിത്തുമ്പത്തോട്ടമായി മോഹം കൊണ്ടേ ഞാനും. ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്തുവാ ഇത്? ദിവാസ്വപ്നം കാണുവാന്നോ? ഞാൻ ഈ വണ്ടി കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയോ? നമുക്ക് പോവണ്ടേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? എന്താ? നീ എന്തെങ്കിലും കാര്യം എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറ. ആ ഉണ്ട്. എന്തോ? കറണ്ട് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. അതല്ല, എന്തെങ്കിലും മനസ്സ് തുറന്ന് എന്നോട് നിനക്ക് സംസാരിക്കാനുണ്ടോ എന്ന്. എന്റെ പൊന്നു മനുഷ്യ, എനിക്കൊന്നുമില്ല. നിങ്ങൾ വണ്ടി എടുക്കണ. എന്തൊരു കഷ്ടമായത്. നീ എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടു തന്നെയല്ലേ കല്യാണം കഴിച്ചേ? നമ്മൾ സ്നേഹിച്ചു കിട്ടിയവരല്ലേ? അത് ശരിയാണല്ലോ. നിങ്ങൾ എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എടുക്ക വണ്ടി, നമുക്ക് പോവണ്ടേ? ഇവിടെ ആരും ഞാനും ഉണ്ണിയും പണ്ട് അക്ക് കളിച്ചോണ്ടിരുന്നത്. ഓ, അതൊക്കെ മാഞ്ഞു പോയല്ലോ. അത് മാത്രമല്ല, ഇവിടെ ഇരുന്ന് വലിയ കല്ല് കിട്ടുമായിരുന്നു. ആ കല്ലെടുത്തെറിഞ്ഞ് എന്തോരം മാങ്ങകൾ ഞങ്ങൾ നിന്നിട്ടുണ്ടെന്നറിയാവോ? ഇത് പേരാല അല്ല, പണ്ട് ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു. ആ മാവിൻ്റെ കൊമ്പിൽ ഊഞ്ഞാലിട്ടാടി ഉണ്ണി എന്നെ കൂരാൻ കൊണ്ടിട്ട് അങ്ങേ അറ്റത്ത് വിടുമായിരുന്നു. സ്ഥലമൊക്കെ ഒരുപാട് മാറി. വേറെ എട്ടെങ്കിലും പോകണോ? അവിടെ ദാ ഈ കുളത്തിൽ എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ളതാണ്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും എനിക്ക് നൊസ്റ്റാൾജിയ തരും. ഈ വെള്ളവും ഈ പുല്ലും. അന്ന് ഈ കുളം ഇത്ര വൃത്തിയോടൊന്നും അല്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പണ്ടേ ഞാനും ഉണ്ണിയും കൂടെ വീട്ടിൽ പറയാതെ ഇവിടോട്ട് വരുമായിരുന്നു. ഇവിടെ വന്ന് വെള്ളത്തിൽ കുളിക്കുമായിരുന്നു. ഉണ്ണി അന്ന് മുങ്ങാങ്കുഴിയിട്ട് അപ്പുറത്ത് പോകും. എനിക്കാണെങ്കിൽ നീന്തൽ അറിയത്തില്ല. ഞാനിവിടുന്ന് ഹായ് കാണിക്കും. ഉണ്ണി എൻ്റെ അടുത്ത് പറയാം അങ്ങോട്ട് ചെല്ലാൻ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഈ കരയ്ക്ക് തന്നെ നിൽക്കും. അമ്മയോട് പറയാതാണ് വരുന്നത്. ഓ, അമ്മ ഒരു ദിവസം അറിഞ്ഞ് എന്നെ അറിഞ്ഞ് പൊട്ടിച്ച്. അന്ന് ഉണ്ണി തന്നെയാണ് എന്നെ രക്ഷിക്കുന്നത്. പിന്നെ എനിക്ക് മീനെ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം കുളത്തിലിറങ്ങത്തില്ല. ഒരു ദിവസം ഉണ്ണി എന്നെ നിർബന്ധിച്ച് കുളത്തിലിറങ്ങിയിട്ടു മുങ്ങാങ്കുഴി ഇട്ട് വന്ന് എൻ്റെ കാലൊരു പിച്ചി വെച്ച് മീനാന്നും പറഞ്ഞു. യോ, ഞാനന്ന് കിടന്ന് അലറിക്കൂവിയത്. അതൊക്കെ ഒരു കാലം. ഉണ്ണിയാണോ മീനാണോ നിന്റെ കാലെ പിച്ചിയത്? ഉണ്ണി. പിന്നെ നീ പറഞ്ഞു മീനാന്ന്. അല്ല, ഉണ്ണി വന്ന് മീനെ പോലെ കൊത്തും. ഞാൻ വിചാരിച്ചു മീനായിരിക്കുമെന്ന്. അപ്പോൾ ഉണ്ണി നിന്റെ കാലെ പിടിച്ച് വെള്ളത്തിനകത്തോട്ട് വലിക്കുമോ? ആ. അപ്പം നീ ഉണ്ണിയും വെള്ളത്തിനടിയിൽ എന്തുമായിരുന്നു? ഒന്നും ചെയ്തില്ല, മുങ്ങാങ്കുഴി ഇടുമായിരുന്നു. എന്താ? ഇതാ വീട്. ഞങ്ങൾ എന്തുമാത്രം ഓടി കളിച്ച് നടന്നറിയോ ഇതുവഴി? നിന്റെ ഉണ്ണിയുടെ വീട്ടിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു. ആരും ഇല്ലെന്നിട്ടാണോ മുറ്റമൊക്കെ ഇത്ര വൃത്തിയായിട്ട് കിടക്കുന്നത്? ഇവിടെ ആരൊക്കെയോ ഉണ്ട്. ശോഭ ചേച്ചി ഇവിടെ കാണും. ശോഭ ചേച്ചി, ചേട്ടാ ചേട്ടാ. ഈശ്വര, ഞാൻ ഇവനെ തന്നെയല്ലേ കണ്ടത് എൻ്റെ സ്വപ്നത്തിൽ. ഇവൻ ഇവിടെ വന്നു. ആരേട്ടാ? ദേ നിന്റെ ഉണ്ണി നിൽക്കുന്നു. എൻ്റെ ഉണ്ണിയോ? ഇതൊന്നുമല്ല എൻ്റെ ഉണ്ണി. അപ്പൊ നിനക്ക് അവനെ അറിയത്തില്ലേ? എനിക്കറിയത്തില്ല. ഇതാരാ? ആരേട്ടാ? എന്താ? ഞാനൊരു വ്ളോഗറാന്നേ. ഇവിടെ അടുത്തൊരു ഷാപ്പ് ഉണ്ടെന്ന് പറഞ്ഞ്. അതെവിടാ? ചേട്ടാ, ഞങ്ങൾക്ക് അറിയത്തില്ല ഏട്ടാ. ഇവിടെ അടുത്ത് ആരോടെങ്കിലും ഒന്ന് ചോദിക്കാവോ?
അന്ന് ആരോട് ചോദിക്കാം. വ്ളോഗറാണോ? അങ്ങനെ പരിചയമായിരിക്കും. ചേച്ചി, ശോഭ ചേച്ചി, ആരും ഇല്ലെന്ന് വെറുതെ വിളിക്കണ്ട. ഞാൻ നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? നിങ്ങൾ ഇവിടുന്ന് 15 വർഷം മുമ്പ് പോകുമ്പം അമ്മയ്ക്ക് ഗർഭം ഉണ്ടായിരുന്നു. ഈ ഞാന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. എൻ്റെ 28 കെട്ടിയത് അച്ഛനാ. അച്ഛൻ എപ്പോഴും പറയും, ചേച്ചിയോടെല്ലാം പറയും, ചേച്ചി ഒരു ദിവസം ഞങ്ങളെ കാണാൻ വരുമെന്ന്. ഞങ്ങൾ 2 വീടാണെങ്കിലും ഒരു കുടുംബം പോലായിരുന്നു താമസിച്ചത്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഒന്നിച്ചുണ്ട് ഉറങ്ങിയൊക്കെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഉണ്ണി എന്തിയേ? ഉണ്ണിമായ അവളിപ്പോ എവിടാ? ഉണ്ണിമായ പെണ്ണായിരുന്നോ? ചേച്ചി കല്യാണം കഴിഞ്ഞ് അങ്ങ് UK പോയി. ഭർത്താവിൻ്റെ കൂടെ ഇപ്പോൾ അവിടാ. ഞങ്ങളെ ഒന്നും കാണാൻ വരത്തൊന്നുമില്ലായിരുന്നു. ഞാനിവിടെ ഒറ്റയ്ക്കാ. അപ്പം ശോഭ ചേച്ചിയോ? ശോഭ ചേച്ചിയല്ല, ശോഭനാമ്മ. നിങ്ങൾ അച്ഛൻ പണ്ട് പറയത്തില്ലായിരുന്നു കന്യാകുമാരിയിലെ സൂര്യന് ഭയങ്കര ശോഭയാന്ന്? അത് ആ ശോഭയല്ലായിരുന്നു, ഇവിടുത്തെ ശോഭയുടെ കാര്യമാണ് പറഞ്ഞേ. അമ്മ മരിച്ചിട്ട് 2 ആഴ്ചയായി. അമ്മ മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞായിരുന്നു നിങ്ങൾ എന്നെ ഒരു ദിവസം കാണാൻ വരും, കൊണ്ടുപോകുമെന്ന്. അപ്പോൾ തൊട്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കും, നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട്. എന്നെയും കൊണ്ടുപോവോ? എനിക്ക് ആരുമില്ല ചേച്ചി, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. രാത്രി പവർ കട്ട് പോകുമ്പോൾ മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിക്കാൻ എനിക്ക് പേടിയാണ്. ഞാനിങ്ങനെ പേടിച്ച് വിറച്ചിരിക്കും. എന്നെയും കൂടെ കൊണ്ടുപോവോ? ഞാൻ വണ്ടിക്കകത്തിരിക്കാം, വിളിച്ചോണ്ട് പോ. ബാ.